നമസ്കാരം. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് എത്ര വേദനാജനകമായ ദുരിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ കാഴ്ചകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വ്യക്തികളും അവിടെ ദുഃഖം പേറുകയാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെട്ടവർ, കൃഷിഭൂമി നഷ്ടപ്പെട്ടവർ, പരുക്കുകളുമായി ചികിത്സയിൽ തുടരുന്നവർ, അങ്ങനെ എത്രയെത്ര ദുഃഖത്തിൻ്റെ ദുരിതത്തിൻ്റെ കഥയാണ് വയനാട്ടിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒഡീഷയിൽ നിന്നെത്തിയ രണ്ട് ദമ്പതികളുടെ കഥ നേരത്തെ മറുനാടൻ നൽകിയിരുന്നു. അവരെ സഹായിക്കാനെത്തിയ സാനിയ എന്ന പെൺകുട്ടിയുടെ കഥയും. ഗുരുതരമായി പരിക്കേറ്റ് രണ്ട് പെൺകുട്ടികൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അതിൽ ഒരു പെൺകുട്ടി ഗുരുതരമായി ഇപ്പോഴും തുടരുന്നു. ഒരാൾ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. എത്ര വേദനാജനകമായ അവസ്ഥ. കൂടെയുണ്ടായിരുന്ന അടുത്ത കാലത്ത് വിവാഹിതരായ ഈ പെൺകുട്ടികൾ ഭർത്താക്കന്മാരില്ലാതെയാണ് ഇനി നാട്ടിലേക്ക് പോകുന്നത്. മധുവിധു ആഘോഷിക്കാൻ ഒഡീഷയിൽ നിന്ന് വയനാട്ടിൽ എത്തിയ പ്രിയദർശിനി പാണ്ഡെ പ്രിയതമൻ ഇല്ലാതെയാണ് നാട്ടിലേക്ക് മടങ്ങിയത്. എത്ര ദുഃഖകരമായ അവസ്ഥ. എന്തെല്ലാം പ്രതീക്ഷകളുമായി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നതാണ്. മധുവിധു ആഘോഷിക്കാനായി കേരളത്തിലെ വയനാട് അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു. പക്ഷേ പ്രിയതമനില്ലാതെ വൈധവ്യത്തിൻ്റെ ദുഃഖം പേറി പ്രിയദർശിനിക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്നു. വൈധവ്യത്തിൻ്റെ ദുഃഖം പേറി കൂട്ടുകാരി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നു. പ്രിയദർശിനിയുടെ ഭർത്താവ് ഡോക്ടർ വിഷ്ണു പ്രസാദ്, സുഹൃത്ത് ഡോക്ടർ സ്വാധീൻ പാണ്ഡെ, ഭാര്യ സുകൃതി എന്നിവർ മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ ഇവർ താമസിച്ചിരുന്ന ലിനോറ ഹോം സ്റ്റേയോടൊപ്പമാണ് ഒലിച്ചുപോയത്. പ്രിയദർശിനിയും സുകൃതിയും ഗുരുതര പരുക്കുകളോടെ രക്ഷപ്പെട്ടു. വിഷ്ണുവിൻ്റെ മൃതദേഹം കിട്ടിയെങ്കിലും സുഹൃത്തിൻ്റെ ഒരു വിവരവും ഇത്രയും ദിവസമായില്ല. കഴിഞ്ഞ മാസം 26-നാണ് ഭുവനേശ്വറിൽ നിന്ന് വിമാനത്തിൽ കോഴിക്കോട്ട് ഇവർ 4 പേരും എത്തിയത്. 28-ന് മേപ്പാടിയിലെ ലിനോറ ഹോം സ്റ്റേയിലെത്തി. തുടർന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം രാത്രി വൈകിയാണ് ഉറങ്ങാൻ കിടന്നത്. രാത്രി 1:15 വയനാട്ടിനെ നടുക്കിയ ഉരുൾപൊട്ടലുണ്ടായി. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകും മുൻപേ വെള്ളം ഹോം സ്റ്റേയും കൊണ്ട് കുത്തിയൊഴുകി. താഴെയുള്ള സ്കൂളിൻ്റെ ബേസ്മെൻറ്റിൽ പിടിച്ച് മണ്ണിൽ പുതഞ്ഞു കിടക്കുകയായിരുന്ന പ്രിയദർശിനിയെ രക്ഷാപ്രവർത്തകരാണ് കണ്ടെത്തിയത്. പിന്നീട് സുഹൃതിയെയും അതീവ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തി. കട്ടക്ക് നഴ്സിംഗ് കോളേജിലെ നഴ്സാണ് പ്രിയദർശിനി. വയനാടിൻ്റെ മനോഹാരിത കേട്ടറിഞ്ഞാണ് മധുവിധു വയനാട്ടിലാക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ വിഷ്ണു പ്രസാദ് യാത്ര തിരിച്ചത്. ചിന്നാർ കട്ടക്ക് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഡോക്ടർ വിഷ്ണു പ്രസാദ്. സുഹൃത്ത് ഡോക്ടർ സ്വാധീൻ പാണ്ഡെ കട്ടക്ക് SEB മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. കാലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ സുകൃതി മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. അപകടനില തരണം ചെയ്തതോടെ ഇവരെ ഇക്കഴിഞ്ഞ ദിവസം വാർഡിലേക്ക് മാറ്റി. ഭർത്താവിനെ കാണാനില്ല എന്നുള്ള വിവരം സുകൃതിയെ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇതുപോലെ വേദന പേറുന്ന, തീരാനോവായി അവശേഷിക്കുന്ന എത്ര ജീവിതങ്ങളാണ് വയനാട്ടിൽ ഇന്ന് നിലനിൽക്കുന്നത്. അവരെയൊക്കെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്യന്തം കഠിന പ്രയത്നം തന്നെയാണ്. മാനസികമായി തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ പ്രിയതമനെയും നഷ്ടപ്പെട്ട് പ്രിയദർശിനി സ്വന്തം നാട്ടിലേക്ക് പോയി. സുഹൃതിയുടെ ബന്ധുക്കളൊക്കെ തന്നെ ഉടൻ എത്തുമെന്നാണ് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. സുഹൃതി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. വാർഡിലാണ് ഇപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. സുഹൃതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാലും തലയ്ക്ക് പരിക്കേറ്റതുകൊണ്ട് കൂടുതൽ ചികിത്സകളും മറ്റ് പരിശോധനകളും വേണ്ടിവരും എന്നാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. മധുവിധു ആഘോഷിക്കാനെത്തി അതൊരു ദുരന്തമായി മാറുക. 2 ദമ്പതികൾ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് അവിചാരിതമായി, അപ്രതീക്ഷിതമായി നിമിഷങ്ങൾ കൊണ്ട് കൂടെയുണ്ടായിരുന്ന ജീവിത പങ്കാളി ഈ വെള്ളത്തിൽ ഒഴുകിപ്പോയ സമാനതകളില്ലാത്ത ദുരന്തവും ദുഃഖവും ഈ പെൺകുട്ടികൾ പേറുകയാണ് ആജീവനാന്തം.